ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് കട്ടിലിൽ ഇരുന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കട്ടിൽ വെച്ച് ഇടിക്കുകയാണ്. അന്നേരം വേദ വന്നിട്ട് പറയുന്നുണ്ട്, വിക്രം സാമിയാണ്, വിക്രം ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞു, ഇങ്ങനെ സാമി ആയതാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണം, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഞാൻ സാമി ആയതാണ്. വിക്രം അങ്ങനെയൊന്നും പറയരുത് വിക്രം, സാമിയുടെ കോപം തട്ടുന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം വിക്രം ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, വിക്രം ആ മാലയിൽ പിടിച്ചിട്ട് ശരണം വിളിക്കി, അപ്പോൾ മനസ്സിൻ്റെ ഒരു ആശ്വാസം കിട്ടും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വിക്രമായൊരു മാലയിൽ പിടിച്ചിങ്ങോട്ടൊന്ന് ശരണം വിളിക്കുകയാണ്. അതിന് ശേഷം വിക്രം പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ആശ്വസിക്കുന്നത്. അച്ഛൻ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിലും അമ്മയോട് പറയാതെ അച്ഛൻ അങ്ങനെ പോകൂല, ഒരു സ്ഥലത്തേക്കും അങ്ങനെ അച്ഛൻ പോകൂല എന്ന് തന്നെ വിക്രം പറയുകയാണ്. അപ്പോൾ വേദ പറഞ്ഞു, ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെയെങ്കിലും അച്ഛനെ കണ്ടുപിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, വിക്രം കൂടി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുക? വിക്രമിന് അറിഞ്ഞൂടെ ആ പോലീസുകാരൻ്റെ ദേഷ്യം. അപ്പോൾ അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വിക്രത്തിനില്ലേ, പിന്നെ എന്തിനിങ്ങനെ പെരുമാറണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അമ്മയുടെ അടുത്തേക്ക് പോട്ടെ എന്നിട്ട് വേദ അങ്ങോട്ട് പോവുകയാണ്. അതേസമയം വിനായകൻ അതിനോട് പറയണ, വേദ ഉണ്ടായത് ഭാഗ്യമായല്ലേ, ആ എസ് ഐക്ക് ചുട്ട മറുപടി എന്നെ നിലയ്ക്ക്. ഓ, അത് പിന്നെ ആർക്കായാലും പറഞ്ഞൂടെ, എന്നിട്ട് നീ എന്താ പറയാഞ്ഞത് എന്ന് ചോദിക്കണം. നിങ്ങൾ ചേട്ടൻ്റെ അനിയൻ്റെ വായിൽ എന്താ നാക്കുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളോടല്ലല്ലോ ചോദിച്ചത്, അപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേദന ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇപ്പോൾ വേദന പൊക്കി പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയല്ലേ, എന്താ കാരണം? അത് ഇപ്പോൾ ഞാനാണ് ആ തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും വേദ അത് അച്ഛനും അമ്മനോടും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ, അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണേ. ഓ, അത് ആണോ, അത് അത്ര വലിയ കാര്യമൊന്നുമില്ല, വലിയ കാര്യമില്ല അത് അങ്ങനെ നിനക്ക് തോന്നുന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ മനുഷ്യ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അച്ഛൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാണ് വേണ്ടത്. ഒരു പക്ഷെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ രണ്ടുപേരെ സ്ഥാനം ഇവിടെ നിന്ന് പുറത്താവും, ഉറപ്പാണത്. ഇനിയിപ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും അങ്ങനെ എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിക്രമാണ് ഇത് ചെയ്തത്, അച്ഛൻ്റെ തിരോധാനത്തിന് പിന്നിൽ വിക്രമാണെന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. അപ്പോൾ അച്ഛൻ്റെ തിരോധാനത്തിന് പിന്നിൽ വിക്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ അത് സഹിക്കൂല എന്ന് പറയുകയാണേ. അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്തതാണെന്നൊന്നും ഇവിടെ ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിനായകൻ പറയും, ഇതൊക്കെ നടക്കും, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഉറപ്പായിട്ടും, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തിട്ടുള്ള കാര്യമല്ലത്, മാത്രമല്ല അച്ഛൻ ഇങ്ങനെ മിസ്സാവാൻ കാരണം വിക്രമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ശ്രീജയാണെന്നുണ്ടെങ്കിൽ ശ്രീജയെ വിശന്നൊന്നും ഉറങ്ങാതിരിക്കുകയാണ്. ഉറക്കം വരുന്നില്ലല്ലേ വിശേട്ടാ പറയാണ് കേട്ടോ. അപ്പോൾ ഉറക്കം വരുന്നില്ല, ഞാൻ ആ പോലീസുകാരൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. ആ പോലീസുകാരൻ എന്തോ കാര്യമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്തറിവ് കിട്ടിയിട്ടുണ്ടെന്ന്? അച്ഛനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അറിവ് കിട്ടിയതുകൊണ്ടാണ് അയാൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ, അയാൾ ചിലപ്പോൾ അറിഞ്ഞ കാര്യം നമ്മളെ അറിയിക്കാണ്ടാവും. എന്ന് വെച്ചാൽ വിക്രത്തിനോട് ശത്രുതയുള്ള ആരെങ്കിലും അച്ഛനെ എന്തെങ്കിലും അപായപ്പെടുത്താനാണ് സാധ്യത പറയുകയാണേ. വിശേഷന് എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞത് സത്യമാണ് ശ്രീജെ, തൽക്കാലം നീ ഇതാരോടും പറയാനൊന്നും നിൽക്കണ്ട. പക്ഷേ എൻ്റെ മനസ്സിലെ സംശയം ഇതാണ്, ആരോ അച്ഛനെ അപായപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശ്രീജെ, ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം മാഷ് ഇങ്ങനെ ഗേറ്റ് തുറന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഒക്കെ ചെന്നിട്ട് ഇത്തിരി വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അവസാനം കമലേനെ വിളിച്ചിട്ട് ജനലുമ തട്ടാണ്. കമല ഓടി ചെന്നിട്ട് മാഷേ എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയാണ്, അതെ, എനിക്കിത്തിരി വെള്ളം വേണം കമല, ഒരു തുള്ളി വെള്ളം കിട്ടില്ലെങ്കിൽ ഞാൻ തൊണ്ട വലിഞ്ഞ് ചത്തുപോകുന്നൊക്കെ പറയാണ്. അപ്പോൾ ഇപ്പത്തെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടു കൊടുക്കുന്ന കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം തട്ടി താഴെ പോകുമ്പോൾ മാഷ് എന്ന് വിളിച്ചിട്ട് മാഷ് ഇങ്ങനെ വീഴുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വപ്നം കണ്ടാണ് കമലാമ്മ. അങ്ങനെ വേദ ഓടി വരികയാണ് കേട്ടോ. വേദ കമലാമ്മയുടെ അടുത്താണ് കിടന്നിരുന്നത്. മോളെ അച്ഛൻ വന്നു മോളെ, അച്ഛൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് യാചിച്ചു മോളെ എന്നൊക്കെ പറയാം കേട്ടോ. അമ്മ അതൊക്കെ സ്വപ്നം കണ്ടതാണ്, സ്വപ്നമാണെന്നുണ്ടെങ്കിലും സത്യമായിട്ടും മാഷക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നുണ്ടാവില്ല, ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച് കിടക്കായിരിക്കും മാഷ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ മാഷ് അവിടെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പതുക്കനെ തുറക്കണാകുമ്പോഴേക്കും അവിടെ നിന്നിരുന്ന ആൾ വന്നിട്ട് ചന്ദ്രശേഖരനോട് പറയുകയാണ്, ആൾക്ക് ഇത്തിരി പ്രശ്നമുണ്ട്, ബോഡിയൊക്കെ നല്ല വീക്കാണ്, ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാതെയാണ് ഈ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, മരണപ്പെടാതിരുന്നാൽ മതി, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും ഒരു ഡോസും കൂടെ കൊടുക്കാൻ പറയുകയാണ്.
പിന്നെ കാണിക്കുന്നത് രാവിലെ തന്നെ ശങ്കരനാരായണൻ പത്മം കൂടിയിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് കമലാമ്മയും വേദയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ പത്മം വന്നിട്ട് പറയുന്നുണ്ട്, മിഞ്ഞാന്ന് പത്രത്തിൽ വാർത്ത കണ്ട് ആണ് വിവരം അറിഞ്ഞത്. വേദ നിൻ്റെ ഫോണിലേക്ക് കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫോൺ എടുത്തില്ലല്ലോ നീ എന്ന് പറയാൻ കേട്ടോ. 2 ദിവസം മുഴുവനും വിളിച്ച് നോക്കിയോന്ന് ചോദിക്കുകയാണ്. അന്നേരം പത്മം ഒന്നും മിണ്ടാതെ കുമ്പിട്ട് നിൽക്കുകയാണ്. ഈ സമയം പത്മം കമലത്തിനോട് പറയാണ്, കമല എന്താണ് കമല സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം കമല അവിടുത്തെ കാര്യങ്ങൾ പറയാണ്. സുചീന്ദ്രത്ത് വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. മാഷ് ഒരു ശയനപ്രദക്ഷം ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നത് ഹോസ്പിറ്റലാണെന്ന് പത്രത്തിൽ നിന്ന് കണ്ടു, ഹോസ്പിറ്റലായത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ശയനപ്രദക്ഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് തളർച്ച വന്നു എന്ന് പറയും. ശയനപ്രദക്ഷിണോ ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതൊരു തെറ്റിൻ്റെ ഫലമായിട്ടാണ്, അതായത് ഒരു കുറ്റബോധം തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയട്ടോ. കുറ്റബോധം എന്തിനേന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം വേദ പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് വിക്രമും അച്ഛനും തമ്മിൽ സംസാരിച്ച ദിവസമായിരുന്നെന്ന്. അപ്പോൾ അച്ഛൻ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, വിക്രമാണ് അന്ന് ആ തെറ്റ് ചെയ്തെന്നുള്ളത്. ആ തെറ്റിദ്ധാരണ മാറിയത് കൊണ്ടാണ് അന്ന് അച്ഛൻ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. തെറ്റിദ്ധാരണയോ? അതെങ്ങനെ തെറ്റിദ്ധാരണയാവും? അച്ഛൻ്റെ കോടതിയിലല്ലേ കേസും കാര്യങ്ങളൊക്കെ നടന്നത്, അച്ഛനാണല്ലോ വിക്രമിന് ശിക്ഷ വിധിച്ചത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം തന്നെയാണ് അത് ചെയ്തിട്ടുണ്ടെന്ന് ഏറ്റു പറഞ്ഞതെന്ന് ശങ്കരനാരായണൻ പറയുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, അത് അങ്ങനെ വിക്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. അച്ഛൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം ആ കേസ് ഏറ്റെടുത്തത്. പക്ഷേ പിന്നീട് വിക്രം അറിഞ്ഞപ്പോൾ ചെയ്ത ആരാണെന്ന് അറിഞ്ഞപ്പോൾ അത് പറയണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും വിക്രം ആ ജയിൽ ശിക്ഷ അനുഭവിച്ചതെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, അത് ഇപ്പോൾ വിക്രം സുചീന്ദ്രത്തിൽ വെച്ച് ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ സത്യം ഇങ്ങനെ ഒരു സത്യം തുറന്നു പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് സത്യമാണെന്നാണോ മാഷ് വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, ഞാനാണ് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞ ആൾ, അതിന് എനിക്ക് എങ്ങനെ അറിയാമെന്ന് പത്മൻ ചോദിക്കുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, തെളിവുകളൊന്നും വേണ്ട, ചിലവരുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് സത്യം മനസ്സിലാവും, അങ്ങനെ ഞാൻ സത്യം മനസ്സിലാക്കിയതാണെന്ന് പറയാണ് കേട്ടോ നമ്മളെ വേദ. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മേ കരയല്ല അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് പത്മം പറയുന്നുണ്ട്, അതെ വിഷമിക്കേണ്ട കമല, ഇപ്പോൾ എന്ത് പറഞ്ഞാലും കമലത്തിന് ആശ്വാസമാകില്ല എന്നറിയാം, എന്നാലും സാരില്ല, വിഷമിക്കാതെ ഇരിക്കുക, 1-2 ദിവസത്തിനുള്ളിൽ മാഷ് തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരും എന്ന് തന്നെ പറയാൻ കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പ്രമോല് കാണിച്ചിട്ടുള്ളത് വിക്രം മലയ്ക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, മാഷ കാണിക്കുന്നില്ല, കാരണം മാഷ ആ ഒരു സമയത്ത് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വേദ ഭയങ്കര സങ്കടത്തിലാണ്, കാരണം ഇതിൻ്റെ ഇടയിൽ വേദന തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഭാഗമുണ്ട് ശ്രീകാന്ത്. അപ്പം മാഷക്ക് വേണ്ടിയിട്ട് വേദ തിരികെ വീട്ടിലേക്ക് ചെല്ലാം എന്നൊരു വാക്യത്തിൻ്റെ പുറത്തായിരിക്കും മാഷ വിക്രം മലയ്ക്ക് പോയി വരുമ്പോൾ തിരിച്ചയക്കാമെന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ വേദ എന്തായാലും വിക്രമിനെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ മാത്രമേ മാഷ ജീവനോട് കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ വരുമ്പോഴായിരിക്കും വേദ അങ്ങനെ പറയുന്നത്. അതുകൊണ്ടായിരിക്കും വേദ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീക്കിലെ പ്രമോലും വേദ ഭയങ്കരമായിട്ട് കരയുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം വിക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ വേദന നോക്കുന്നുണ്ടെങ്കിൽ വേദ കണ്ണൊക്കെ നിറഞ്ഞു കൊടുക്കുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ.